എല്ലാ വർഷവും നമ്മൾ നവരാത്രിക്ക് ഇതങ്ങനെ ഡെക്കറേറ്റ് ഒന്നും ചെയ്യാറില്ല. എന്നാൽ ഇത്തവണ നമ്മുടെ പൂജാമുറിയുടെ ഫ്രണ്ട് സൈഡ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മളിതാ കുറച്ച് മാവിൻ്റെ ഇലകൾ ഇതാ പൊട്ടിച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴുകി വൃത്തിയാക്കി തുടച്ചെടുത്തിട്ട് നമ്മളിതാ ഇതുപോലെ നൂല് കെട്ടിയെടുക്കുകയാണ്. തനിയിരുന്ന് ചെയ്യുമ്പോൾ ഒരു സുഖം ഉണ്ടായിരിക്കില്ല അല്ലേ? എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൂട്ടായിട്ട് ചെയ്യുമ്പോൾ ഒരു രസമായിരിക്കും. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വർത്തമാനം പറഞ്ഞിരുന്ന് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം പറയുമ്പോൾ പെട്ടെന്ന് പണി കഴിയും. വീട് ക്ലീൻ ചെയ്യാനാണെങ്കിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വർക്കായാലും അതായത് വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് ഒരുമിച്ച് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം എളുപ്പമായിട്ട് വേഗം കഴിയും ചെയ്യും. അത്ര നമുക്കധികം ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുമില്ല. ചിലപ്പോൾ കുട്ടികളെ നമ്മളിതുപോലെ ഓരോ ക്ലീനിങ്ങിനോ അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കൂട്ടാറുണ്ട് കേട്ടോ. അങ്ങനെ ഇത് പ്ലാസ്റ്റിക്കിൻ്റെ പൂമാലയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മാവിൻ്റെ ഇലകൾ ഓരോന്നായിട്ട് ഇതാ കെട്ടിക്കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കർ ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പൂജാമുറിയുടെ ഫ്രണ്ട് സൈഡാണ് കേട്ടോ ഇത്. ഇതിൻ്റെ മുകളിൽ ഇതാ ഞങ്ങൾ രണ്ടുപേരും കൂട്ടിയിട്ട് ഇതാ അങ്ങനെ ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഫോട്ടോ എടുക്കുന്നത് കുറച്ച് ബ്ലറായിരിക്കും. അപ്പോൾ വീഡിയോഗ്രാഫർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഏറ്റവും ചെറിയ ആളാണ് നമ്മുടെ വേദലക്ഷ്മി. അപ്പോൾ ഇതാ ഒട്ടിക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഭവം ഇത്തവണ കുറച്ചും കൂടി കളർഫുൾ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി വൈകുന്നേരം ആകുമ്പോഴേക്കും പുസ്തകങ്ങളൊക്കെ ഒന്ന് പൊതിയണം കുട്ടികളെ സ്കൂളിൽ നിന്ന് വന്നാലായിട്ട്. അപ്പോൾ എന്തായാലും പുറത്ത് പോയ കൂട്ടത്തിന് കുറച്ച് ഇട്ടാപ്പൊട്ടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതാ വിജയദശമി കളറാക്കാൻ വേണ്ടിയിട്ട് ഇട്ടാപ്പൊട്ടി പൊട്ടിക്കുന്ന തിരക്കിലായിരുന്നു. അങ്ങനെ കുറച്ച് പടക്കത്തിൻ്റെ എഫക്റ്റും കൂടി ആയിട്ടുണ്ട് കേട്ടോ ഇത്തവണത്തെ വിജയദശമിക്ക്. അത് കഴിഞ്ഞ് ഇതാ വൈകുന്നേരം മേലൊക്കെ കഴുകി പുസ്തകമൊക്കെ അമ്മ പൂജാ റൂമിൽ കറക്റ്റായിട്ട് വെച്ച് വിളക്കൊക്കെ കത്തിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പിന്നെ മേലൊക്കെ കഴുകിയത് എല്ലാവരും കൂടിയിട്ട് നാമം ചൊല്ലാനായിട്ടിരുന്നു. കുറച്ച് നേരമൊക്കെ എല്ലാവരും കൂടി ഇരുന്ന് നാമൊക്കെ ചൊല്ലി. ഇനി എന്ത് ചെയ്യണമെന്നുള്ള കൺഫ്യൂഷനിലാണ് അവർ. കാരണം പുസ്തകം പൂജയ്ക്ക് വെച്ച് പേന എടുക്കാൻ പാടില്ല, വേറെ സംഭവങ്ങളൊന്നും എടുക്കാൻ പാടില്ല, പിന്നെ എങ്ങനെ നേരം പോകുന്നുള്ള ഒരു ചെറിയ ഡൗട്ട് മാത്രം ഉണ്ട് കേട്ടോ അവർക്ക്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ ആദ്യത്തെ ദിവസം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്, സപ്പോർട്ട്.